വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവനവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അവൻ രോഷാകുലനായി ശപഥം ചെയ്തു, ഇപ്രാവശ്യം യൂദാസ് മക്കബേസും സൈന്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി. നിക്കാനോർ ജെറുസലേമിൽ നിന്ന് ബത്ത്ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് മക്കബേസ് 3000 സൈനികരോടുകൂടി അദാസായിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവൻ്റെ ദുഷ്ടതയ്ക്ക് അനുസൃതമായി അവനെ വിധിക്കണമേ. 1 മക്കബായർ 7-ാം അധ്യായം 41-42 തിരുവചനങ്ങൾ. നിക്കാനോറിൻ്റെ സൈന്യം പരാജയമടഞ്ഞു. നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് മക്കബേയോസ് എവുപ്പോളെമൂസിനെയും ജാസിനെയും റോമയിലേക്ക് അയച്ചു. അവർ റോമയിലെ ആലോചനാ സംഘത്തിൻ്റെ മുമ്പാകെ ഇപ്രകാരം പറഞ്ഞു: മക്കബേയോസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവൻ്റെ സഹോദരന്മാരും യഹൂദജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഈ ഉടമ്പടി പ്രകാരം 2 രാജ്യങ്ങളും അത്യാവശ്യ സമയങ്ങളിൽ പരസ്പരം സഹായിക്കാൻ തയ്യാറാവണമെന്ന നിർദ്ദേശം റോമാക്കാർ അംഗീകരിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.